GM ടേസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അറബിക് സ്വീറ്റായ കുനാഫയാണ്. കുനാഫ ഡോ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കാം, റെഡിമെയ്ഡ് വാങ്ങാനും ഇപ്പോൾ എല്ലാ ഷോപ്പിലും അവൈലബിൾ ആണ്. ബാക്കി ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ: പാല്, മൊസറല്ല ചീസ്, ഷുഗർ, കണ്ടൻസ്ഡ് മിൽക്ക്, റോസ് പെറ്റൽസ്, റോസ് വാട്ടർ, ബട്ടർ, മിൽക്ക് പൗഡർ, മൈദ, പിസ്താഷ്യോ സ്ലൈസസ്, പിന്നെ ക്രീം ചീസും കൂടി. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. നമ്മൾക്ക് ആദ്യം ഒരു സോസ് ഉണ്ടാക്കണം. അപ്പം ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ ഒഴിക്കുക. രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ഇപ്പോൾ ഒഴിച്ചത്. ബട്ടർ ചൂടാവുന്ന ടൈമിൽ 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇത് സോട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഹാഫ് അല്ലെങ്കിൽ 3/4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്യുക. കളറ് മാറരുത്, പക്ഷെ അതിൻ്റെ ആ ഒരു പച്ചച്ചയ മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു 3 മിനിറ്റ് ഇളക്കിയാൽ മതി. അപ്പോഴേക്കും ഇതൊന്ന് കുറച്ച് കുക്ക്ഡ് ആവും. അതിനുശേഷം ഒരു 2.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുക. നന്നായിട്ട് ഇളക്കുക. ഷുഗർ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ അലിഞ്ഞ് പോകാൻ തുടങ്ങും. ആ അലിഞ്ഞ് തുടങ്ങുന്ന ആ ഒരു ടൈമിൽ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പാല് ചേർക്കുക. അത് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴും നനവ് ഫീൽ ചെയ്യും. ആ ടൈമിൽ പാലൊഴിക്കുക. ഒരു 1/2 കപ്പ് പാല് ഒഴിച്ചാൽ മതി. ഇത് നന്നായിട്ട് ഇളക്കുക. പാൽ നന്നായിട്ട് തിളച്ച് ഒരു കുറുകി വരുന്ന ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. നന്നായി കുറുകി വരുന്നുണ്ട്. ഈ ഒരു സ്റ്റേജിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഓഫ് ചെയ്യുക, ഫ്ലെയിം ഓഫ് ചെയ്യുക. അതിനുശേഷം കൈയെടുക്കാതെ ഇളക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഉള്ളത്. ഇനി ഇത് കുറച്ച് ചൂടാറുമ്പോൾ കുറച്ചും കൂടി ഒരു ഹാർഡാകും.
ചെറുതായിട്ട് ചൂട് ആറുന്ന ആ ഒരു ടൈമിൽ ക്രീം ചീസ് ചേർക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ക്രീം ചീസ് ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കുക. ഇതാ നമ്മുടെ സോസ് തിക്ക് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഈ ഒരു ഫില്ലിങ്ങിന് വരുന്നതാണ് കുനാഫയുടെ. ഇത് ക്ലാസിക് ഫ്ലേവറാണ്. ക്ലാസിക് ഫ്ലേവർ എന്ന് പറയുമ്പോൾ ഓൺലി ചീസിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവും. ചീസിൻ്റെയും നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും. ഇതിന് എന്ത് ഫ്ലേവറും മാച്ചാവും. ഇപ്പോൾ ടോഫി ആണെങ്കിൽ ടോഫി കൊടുത്തു കഴിഞ്ഞാൽ ടോഫി ഫില്ലിംഗ് ആവും. കാരമൽ കൊടുത്തു കഴിഞ്ഞാൽ കാരമൽ ഫില്ലിംഗ് ആവും. ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ചോക്ലേറ്റ് കുനാഫയാവും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ക്ലാസി ഫ്ലേവറാണ് ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള ഫ്ലേവർ ആഡ് ചെയ്തിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് കുനാഫ ഉണ്ടാക്കാം. ഓക്കെ, പക്ഷേ അതിൻ്റെ കൺസിസ്റ്റൻസി എപ്പോഴും ശ്രദ്ധിക്കുക. ഇതുപോലെ നല്ല കട്ടിയുമല്ല, പക്ഷെ ലിക്വിഡ് കൺസിസ്റ്റൻസിയും അല്ല. ഓക്കെ, ഇനി ഇതാണ് കുനാഫ ഡോ. ഇത് നമ്മൾക്ക് ഹോം മെയ്ഡായിട്ടും ഉണ്ടാക്കാം, റെഡിമെയ്ഡായിട്ടും വാങ്ങാൻ പറ്റും. ഈ കുനാഫ ഡോ വളരെ നേരിയ ഒരു വെർമിസല്ലി പോലെ ഫീൽ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ ടേസ്റ്റൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ്. നേരിയ ഒരു നൂല് പോലെയാണിത്. അപ്പോൾ ഇത് കുനാഫ ഉണ്ടാക്കുമ്പോൾ ഇത്ര നീളത്തിലല്ല നമ്മൾക്ക് വേണ്ടത്. നന്നായിട്ട് ചോപ്പ് ചെയ്യണം. അത് കത്രിക വെച്ചിട്ട് ജസ്റ്റ് ചോപ്പ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. നമ്മൾക്ക് എത്രയാണ് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുനാഫ ഉണ്ടാക്കിയിട്ട് ആ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമില്ല, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് നമ്മൾക്ക് കഴിക്കുന്ന സമയത്ത്. ഈ ചോപ്പ് ചെയ്ത കുനാഫയിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ച് ബട്ടർ ഒഴിക്കുക. കുറച്ച് നന്നായിട്ട് തന്നെ ഒഴിക്കുക. കുനാഫയിലേക്ക് മുഴുവനായിട്ട് ബട്ടർ ഇറങ്ങിച്ചെല്ലണം. ഇതിപ്പോൾ 100 ഗ്രാം ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അത് മുഴുവൻ ഒഴിച്ചിട്ടില്ല, നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ഓവറായി കഴിഞ്ഞാലും ടേസ്റ്റിനെ ബാധിക്കും. അതുകൊണ്ട് ഒത്തിരി ആവരുത്, പക്ഷേ തീരെ ഇല്ലാതിരിക്കാനും പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ബട്ടർ എല്ലായിടത്തും എത്തിയിട്ടുണ്ട്. അത് ശരിക്കും ആ ഡോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല നനവുള്ള ഒരു ഡോ ആയിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ കുനാഫ നമ്മൾ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് കേക്ക് ടിന്നിലോ അതല്ലെങ്കിൽ ഓവൻ പ്രൂഫായിട്ടുള്ള എന്ത് ഡിഷും നമ്മൾക്ക് കുനാഫ വെക്കാം. പക്ഷെ ഞാനിന്ന് വെക്കാൻ പോകുന്നത് ഈ ഒരു കണ്ടെയ്നറിലാണ്. ഇത് ഓവൻ പ്രൂഫാണ്. ഇത് കൊണ്ട് എന്താ ഉപയോഗം എന്ന് വെച്ചാൽ ഇതിൽ കുനാഫ സെറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് ഇതിൽ തന്നെ സെർവ് ചെയ്യാനും പറ്റും. വേറൊരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഓവൻ പ്രൂഫ് ആയതുകൊണ്ട് ഇത് ബേക്ക് ചെയ്യാനും ബുദ്ധിമുട്ടില്ല. നമ്മൾക്ക് വേറൊരു ഫ്രണ്ടിനോ അതല്ലെങ്കിൽ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ കഴിക്കാൻ തന്നെ ഇത് സെർവ് ചെയ്യുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അതുകൊണ്ട് ഇതിലെങ്ങനെയാണ് സെർവ് ചെയ്യുക, കുക്ക് ചെയ്യുക എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലാണ് കുനാഫ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ആദ്യം ഒരു നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള ഒരു ബട്ടർ എടുത്ത് കുറച്ച് ബട്ടർ എടുത്തിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്യുക. ഫുൾ സൈഡിലും അതിൻ്റെ ആ ബേസ് വരുന്ന സ്ഥലത്തും താഴ്ഭാഗത്തും മേൽഭാഗത്തും എല്ലായിടത്തുമായിട്ട് നന്നായിട്ട് ബട്ടർ ഗ്രീസ് ചെയ്യണം. അതിനു മുമ്പ് മറക്കാതെ ഈ ഒരു സ്റ്റേജിന് മുമ്പായിട്ട് ഓവൻ 220 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുക. നമ്മൾ ഈ ഒരു ഡോ വെച്ച് ഫില്ലിംഗ് ഒക്കെ ആക്കി അപ്പോഴേക്കും നമ്മുടെ ഓവൻ പ്രീഹീറ്റഡ് ആയിക്കോളും. നന്നായിട്ട് ബേസിൽ നന്നായിട്ട് ഡോ ഉണ്ടായിരിക്കണം. ഡോയിൽ നന്നായിട്ട് ബട്ടറൈസ്ഡ് ആയതാണ്. അപ്പോൾ നന്നായിട്ട് അമർത്തുമ്പോൾ
അതവിടെ അങ്ങ് പ്രസ് ചെയ്ത് കിടന്നോളും. പക്ഷെ എല്ലാ ഭാഗവും നന്നായിട്ട് പ്രസ് ചെയ്യണം. നന്നായി പ്രസ് ചെയ്ത ഈ ഒരു ഡോയിലേക്ക് നന്നായിട്ട് മൊസറല്ല ചീസ് ചേർക്കുക. മൊസറല്ല ചീസിന് മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ ആ ഒരു പാക്ക് ഒരു 200 ഗ്രാമിൻ്റെ ആ ഒരു പാക്ക് ഫുൾ വേണമെന്നല്ല. എത്രത്തോളം മൊസറല്ല ചീസ് ചേർക്കുന്നോ അത്രയും ആ ഒരു ചീസി ടേസ്റ്റും നല്ലോണം കുനാഫ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് ചീസ് വലിഞ്ഞ് വരികയും ചെയ്യും. അപ്പോൾ താഴത്ത് അത്ര ഇട്ടാൽ മതി. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ഫില്ലിങ് എടുക്കും. ഇതാണ് എൻ്റെ കൺസിസ്റ്റൻസി. ആ ഒരു കുറച്ച് ചൂടാറി കഴിയുമ്പോഴേക്ക് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആ ഒരു ഫില്ലിങ് ഉണ്ടായിരിക്കണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് ആക്കുക. പക്ഷെ ഒത്തിരി സൈഡിലേക്ക് ആവരുത്. അപ്പോൾ ചീസ് ഇങ്ങനെ മെൽട്ടായിട്ട് വരുമ്പോൾ പുറത്തേക്ക് ഒലിച്ച് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. നന്നായിട്ട് ആ ഒരു ഫില്ലിങ് ചെയ്യാം. ശേഷം വീണ്ടും മൊസറല്ല ചീസ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ശേഷം പിസ്താഷ്യോ സ്ലൈസസ് എടുത്തിട്ട് സ്പ്രെഡ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ട് സ്ലൈസസും യൂസ് ചെയ്യാം. പക്ഷെ ഞാനിന്ന് ചെയ്യുന്നത് പിസ്ത മാത്രം സ്പ്രെഡ് ചെയ്തിട്ട് അതിനുശേഷം ബാക്കിയുള്ള ഈ ഒരു കുനാഫ മുകളിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് മൊത്തത്തിലൊന്ന് കവർ ചെയ്യാം. കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യാം. പ്രസ്സിങ് നന്നായിട്ട് ചെയ്യാം. അതിനുശേഷം ഈ സൈഡ് ഇതുപോലെ ഉള്ളിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. ഒരു ഹോള് പോലെ ചെറിയൊരു സ്പേസ് കൊടുക്കുക ആ ഒരു കുനാഫക്ക്. എന്നിട്ട് മേൽഭാഗത്ത് നന്നായിട്ട് പ്രസ് ചെയ്യാം. അതിനുശേഷം ഈ മെൽറ്റ് ചെയ്ത് വെച്ച ബട്ടർ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഈ ഒരു നേരത്തെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടില്ലേ ആ സൈഡിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഒരു ക്രിസ്പി സ്ട്രക്ചർ വരാൻ വേണ്ടിയിട്ടാണ് കുനാഫക്ക്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഈ ഒരു കുനാഫ നമ്മൾ നേരത്തെ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഒരു 20 to 23 മിനിറ്റ്സ് ബേക്ക് ചെയ്യാൻ വെക്കുക. നമ്മൾക്കിപ്പോൾ കുനാഫ ബേക്ക് ചെയ്യുന്ന ആ ഒരു സമയത്തിൻ്റെ ഇടയിൽ നമ്മൾക്ക് അതിനാവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. ആദ്യം ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർക്കുക. എന്നിട്ട് ആ 1 കപ്പ് നിറയെ വെള്ളം
ഫ്ലെയിം ഓൺ ചെയ്യുക. ചെറിയ തീയിൽ ഇളക്കിയെടുക്കുക. നന്നായിട്ട് ഷുഗർ അലിയുന്നത് വരെ നന്നായിട്ട് ഇളക്കുക. കൈയെടുക്കാണ്ട് ഇളക്കണം, അതല്ലെങ്കിൽ ഷുഗർ അടിക്ക് പിടിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഷുഗറും വെള്ളവും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഷുഗർ നന്നായി അലിഞ്ഞ് ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിൽ നിന്ന് മാറിയിട്ട് കുറച്ച് തിക്കിലേക്ക് വരുന്നതാണ് ഈ ഷുഗർ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. കൈയെടുക്കാതെ ഇളക്കുക. നന്നായി തിളച്ച് കുറുകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പ് നന്നായിട്ട് മെൽറ്റ് ചെയ്തു. ഇതാണ് കാണിച്ചത്. ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. നല്ല തിക്ക് കൺസിസ്റ്റൻസിയും അല്ല, പക്ഷേ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയും അല്ല. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ 2-3 ഡ്രോപ്പ് റോസ് വാട്ടർ ചേർക്കുക. ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇളക്കുക. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു ഇത്തിരി ടൈം ചൂടാറാൻ വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ബേക്ക് ചെയ്ത കുനാഫ എടുത്തിട്ട് വരാം. ബേക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുനാഫ ചൂടോടെ ആ കുനാഫയുടെ മുകളിലേക്ക് ഈ ഒരു ഷുഗർ സിറപ്പ് പകുതി ഒഴിക്കുക. ഫുള്ള് ഒഴിക്കരുത്, ചൂടോടെ ഹാഫ് ഒഴിക്കുക. അതിനുശേഷം റോസ് പെറ്റൽസ് വെച്ചിട്ട് ചെറുതായിട്ട് സൈഡിൽ മാത്രം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിസ്താച്ചിയോ ഫ്ലേക്സും കൂടി അതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കും. ഇനി ബാക്കിയുള്ള ഈ ഒരു ഷുഗർ സിറപ്പ് എപ്പോഴാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് ആ ഒരു ടൈമിൽ ഒഴിച്ചിട്ട് കഴിക്കാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയ ഈ ഒരു വിഭവം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു വിഭവവുമായി വീണ്ടും കാണാം.